അത് വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് സിസിലി. എനിക്ക് സംഭവിച്ച രോഗശാന്തി ഞാൻ സാക്ഷ്യപ്പെടുത്തുക. കുറച്ചു നാൾ മുമ്പ് എനിക്ക് വൻകുടലിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. തുടർന്ന് പരിശോധന ഏകദേശം ഈ വൻകുടൽ ഏകദേശം മുഴുവനായി നീക്കം ചെയ്തു. വൻകുടൽ മുഴുവൻ നീക്കം ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിൽ മറ്റു ആന്തരിക അവയവങ്ങളിലേക്കും ക്യാൻസർ വ്യാപിച്ചതായി കണ്ടെത്തി. വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. 4th സ്റ്റേജിൽ ഈ കീമോയും റേഡിയേഷനും കൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് പ്രയോജനമില്ല ഡോക്ടർമാർ പറഞ്ഞു. വൻകുടൽ എടുത്ത് കളഞ്ഞു. ബാക്കിയുള്ളിടത്തില്ല അത് വ്യാപിച്ചു. മരിച്ചിട്ടില്ലെന്ന് മാത്രം. ഈ പ്രതിസന്ധിയിൽ സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഈ ആദിശനായ ശുശ്രൂഷയ്ക്കായിട്ട് അണക്കരയിലേക്ക് വന്നു. അണക്കരയിലെ ആദിശന ശുശ്രൂഷ ഓൺലൈനിൽ പങ്കെടുത്ത് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. വരാൻ വയ്യാതുകൊണ്ട് ഓൺലൈനിലിരുന്ന് അവിടെ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് ശുശ്രൂഷ പങ്കെടുത്ത് അവർ പ്രാർത്ഥിച്ചു. പറയണ ദിവ്യകാരൻ ആരാധന ഇവിടെ നടക്കുന്ന ഈ തുടർന്ന സമയത്ത് അച്ഛൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു, ക്യാൻസർ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. അച്ഛൻ ദൈവിക സന്ദേശം പറഞ്ഞ ആ സമയത്ത് തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയം എൻ്റെ ക്യാൻസർ രോഗം കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അവർ പറയുകയാണ്, അതിനുശേഷം പോയി നടത്തിയ പരിശോധനകളിൽ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിൻ്റെതായ യാതൊരു അണുക്കളും ഇല്ല എന്നും ഇനി ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ല എന്നും ഡോക്ടർമാരെ സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി എല്ലാ ജോലിയും ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സാക്ഷിയാണ്. ഇവിടെ പറഞ്ഞ സമയത്ത് ആണ് ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് അനുഭവിക്കാം. നമ്മൾ എളിമയും വിശുദ്ധി ഇവിടെയൊക്കെ മാറണം. നമുക്ക് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ഹൃദയം തുറക്കപ്പെടണം. നമ്മളെ ചെവി തുറന്ന് ബാഹ്യമായി ചെവി തുറന്നിട്ട് കാര്യമില്ല, തുറന്നിരുന്നിട്ട് കാര്യമില്ല. നാവോട് നന്നായിട്ട് നല്ല സ്ഫുടമായി സംസാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ചെവി കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഹൃദയം തുറക്കണം. നാവിൻ്റെ കെട്ടഴിയല്ല. യേശുവിനെ പറയാൻ പറ്റിയില്ലെങ്കിൽ നാവിനിപ്പോഴും കെട്ടുണ്ട്. വിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴും എൻ്റെ നാവിന് കെട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ലോകത്തെയും ലോക കാര്യങ്ങളും ആണെങ്കിൽ നാവിനൊരു പൈശാചിക ബന്ധനമുണ്ട്.